നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുകയും അതിന് പെട്ടെന്ന് മറുപടി തരികയും നമ്മൾ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കണ്ടിട്ട് അതിന് റിപ്ലൈ തരികയും ഒക്കെ ചെയ്തിരുന്നവർ നമ്മൾ ഫോൺ വിളിച്ചാലും ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എടുക്കാതിരിക്കുകയും പിന്നീട് പറയുകയും ഞാൻ ബിസി ആയിരുന്നു എന്ന് പറയുകയും പിന്നീട് ഇടയ്ക്കിടയ്ക്കൊക്കെ ബിസി എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചേക്കുക, അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണ്. നമ്മൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രയോറിറ്റി ഒന്നുമില്ല നമ്മളെക്കൊണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പതുക്കെ ഒഴിവാകാൻ ശ്രമിക്കുക. 1-2 പ്രാവശ്യം നമ്മുടെ റിപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് കൊടുത്തു കഴിയുമ്പോൾ റിപ്ലൈ വന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ അതിൻ്റെ പുറകെ പോകാതിരിക്കുക. നമ്മൾ പതുക്കെ ഒഴിവായിക്കൊള്ളുക. നമ്മളെ കൊണ്ടുള്ള എന്താ പറയുക, സഹായങ്ങളൊക്കെ അവർക്ക് ആവശ്യത്തിന് മിച്ചമായി. ഇനി അവർക്ക് നമ്മുടെ സഹായമൊന്നും ആവശ്യമില്ല എന്നൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഒരിക്കലും നമുക്ക് ചിന്തിക്കുക, നമുക്ക് എന്തെന്ന് പറയുന്ന ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമ്മൾ ചെയ്തുവെങ്കിൽ നമ്മളത് സന്തോഷിക്കുക. ഇനി നമ്മളെക്കൊണ്ട് സഹായം അവർക്ക് ആവശ്യമില്ലെങ്കിൽ അവർ കറിവേപ്പിലെ പോലെ എടുത്തെറിയുന്നതിന് മുമ്പ് നമ്മൾ പതുക്കെ ഒഴിവായി പോരുന്നതല്ലേ നല്ലത്. നമ്മുടെ തടി തപ്പിപ്പോരുക എന്ന് പറയും ഇല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകാതിരിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, കാത് കുത്തിയവൻ പോയിട്ടുണ്ടെങ്കിൽ കടുക്കനിട്ടവൻ വരും. അപ്പോൾ വേറൊരാൾ വരും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നോക്കിയും കണ്ടും മാത്രം അവരെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക, അവരെ ചേർത്ത് നിർത്തുക. ശരിയല്ലേ?